Hi guys, welcome back to our channel. Snehathi Vettinte പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കുറേ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി അപ്ലോഡൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ഇത് കുറേ നാളായിട്ട് വീഡിയോയിൽ ഇല്ലാതിരുന്ന ഒരാൾ ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അതെ, ഒരു വർഷത്തോളമായി വന്നിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാട്ടോ 6 months കൂടുമ്പോൾ വരുന്നതായിരുന്നു. ആദ്യമായിട്ടാണ് 1 year നിന്നത്. പിന്നെ അങ്ങനെ ഒത്തിരി ലോങ് ഇല്ലാതെയൊക്കെ വരാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിത് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ആളും കൂടെ ഒരു സ്റ്റേക്കേഷന് പോവുകയാണ്. ഒരു ദൂരമൊന്നുമില്ല, നമ്മുടെ അടുത്ത് തന്നെ ചെറായിൽ ഒരു റിസോർട്ടിലാണ് പോകുന്നത്. അപ്പം നമ്മൾ വന്നിട്ട് ഫാമിലി ആയിട്ടൊക്കെ അത്യാവശ്യം ട്രാവലൊക്കെ കഴിഞ്ഞുണ്ട്, എല്ലാവരുമായിട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 3 പേരുമായിട്ട് പ്രൈവറ്റ് ആയിട്ട് ഒരിടം വരെ പോവാം, ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഏകദേശം ചെറായിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ വഴി സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചത്. എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചിട്ടുണ്ട്. സൈക്കിള്, ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്, സൈക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, കുറച്ച് ടോയ്സ് ഒക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവന് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അത്യാവശ്യം നല്ല റിസോർട്ടാണ് കേട്ടോ. ഞങ്ങൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. 2-3 റിസോർട്ട് നോക്കിയിരുന്നു. ചിലതൊന്നും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും അല്ല, ചിലത് ഭയങ്കര ഹൈ, നമുക്ക് അത്ര അഫോർഡബിൾ അല്ല. വൺ ഡേ സ്റ്റേക്ക് അഫോർഡബിൾ അല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് 1 day സ്റ്റേ ഒരു അഫോർഡബിൾ റേറ്റും ആണ്. എന്നാൽ നല്ലൊരു ഹെറിറ്റേജ് ലുക്കൊക്കെ നല്ലൊരു റിസോർട്ടാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, പോയിട്ട് കാണാനല്ല. ആദ്യം ബസ്സിൽ നിക്കാട്ടോ, ബസ്സിലാണ് നിക്കുന്നത്. ബസ്സിലാ നിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആദ്യം എടുക്കും. ആദ്യം അച്ഛ, ഓക്കെ. ആദ്യം അച്ഛക്ക് ഒരു ഉമ്മ ആദ്യം. ഗുഡ് ബോയ്. നമുക്ക് പോവാ. നമ്മളെവിടെ പോവാ? ബീച്ചിലാണോ പോണേ? അതെ, എവിടെ പോണേ? ഏത് ബീച്ചിലാ പോണേ? ബിഗ് ബീച്ചിലോ? ഓക്കെ. അതിക്ക് സ്വിമ്മിംഗ് പൂൾ വേണോ? സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കും. ഓക്കെ. ആദ്യമന്റെ സൈക്കിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോൾ ഉണ്ടായിരുന്നല്ലോ, എവിടെ? ബോൾ എവിടെ പോയി? എവിടെ ഉണ്ട്? ബോൾ ഉണ്ടോ? ആദ്യമന്റെ ബോൾ ഉണ്ട്. ഓക്കെ. ആദ്യമ ഹാപ്പിയാണോ? ഓക്കെ. Hello sir, welcome. Hi. Welcome sir. Welcome to Cherai Lake Resort. Come. എവിടെ ആദ്യ സ്വിമ്മിംഗ് പൂൾ? എവിടെ? എന്താ അവിടെ? എന്താ ആദി? ഇതെന്താ അതി? എങ്ങനെയുണ്ട് ഏട്ടാ? ഇഷ്ടപ്പെട്ടാ? ഞങ്ങൾ ഓൾറെഡി വന്ന് കണ്ടിട്ടാട്ടോ എടുത്തത്. ഇതാണ് നമ്മുടെ കോട്ടേജ്. ആക്ച്വലി നമ്മൾ അങ്ങോട്ട് കയറുന്ന കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്, ചെറായി ലേക്ക് റിസോർട്ട് എന്നാണ് പേര്. നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിസപ്ഷനിലൊക്കെ പോയി പിന്നെ അവിടെ ഒന്ന് ചെറുതായിട്ട് ചുറ്റി നടന്നൊക്കെ കണ്ടു. ഇതിൽ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഭയങ്കര മരങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ കോമൺ പൂളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടിലാണ് ഈ പൂൾ വരുന്നതെങ്കിൽ ഇത് ആക്ച്വലി കോമൺ ആയിട്ടുള്ള പൂളാണ്. നമുക്കിവിടെ വരുന്നവർക്കൊക്കെ കോമൺ ആയിട്ട് ഈ ഒരൊറ്റ പൂളാണ് കേട്ടോ. അത്യാവശ്യം ആഴമൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു പൂളാണ്.
ഇത് കുറച്ചധികം പേർക്ക് താമസിക്കാൻ പാകത്തിനുള്ള വലിയ കോട്ടേജാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. നമ്മൾ വേറൊരെണ്ണമാണ്. പക്ഷേ ആക്ച്വലി ഇതിലെല്ലാ കോട്ടേജിനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടേജാണ് കേട്ടോ. അതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ആദിക്ക് എന്താ ഇവിടെ ഇഷ്ടമായേ? എന്താ ഇത്? ഇതെന്താ ഇത്? സ്വിമ്മിംഗ് പൂളാണോ? ആദിക്ക് ഇഷ്ടമാണോ? ഡ്രസ്സ് പൂരട്ടാ. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ നേരത്ത് ഊരാട്ടാ. ഓക്കെ ഓക്കെ ആണ്. കം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോന്നു. കാരണം മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ റൂമിലേക്ക് കയറി. ഇപ്പോൾ റൂം ബോയ് കൂടെ വന്നിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് റൂമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ കോട്ടേജിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അതായത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്, അതായത് വോള് വരുന്നത് ഗ്ലാസ് വോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ ബെഡിലിരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഫുൾ പുറത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോട്ടേജ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മൾ ഈ കോട്ടേജ് എടുത്തതിൻ്റെ കാരണം. അപ്പോൾ ഞാനിനി കൂടുതൽ വർത്തമാനം പറഞ്ഞ് കൊളാക്കുന്നില്ല. ഇതിൻ്റെ കൂടെ മ്യൂസിക് ആഡ് ചെയ്യാം. അതായിരിക്കും കൂടുതൽ കാണാൻ ഭംഗി. അച്ഛനും മോനും കൂടെ ബെഡിൽ കിടന്ന് മറിയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നും കൂടി ഈ പോർഷനൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ആക്ച്വലി. അപ്പോൾ അതൊന്നും കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ കർട്ടൻ താഴ്ത്തിയിട്ട് പൊക്കിയതാണ്. നല്ല രസമായിട്ടില്ലേ ഈ വ്യൂ കാണാനായിട്ട്. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കോട്ടേജ് സെലക്ട് ചെയ്തത് കേട്ടോ. ഇങ്ങനെ ഈ ബെഡിലിരുന്ന് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് നേരെ ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഈ കായലും അതിൻ്റെ കൂടെ മീൻ പിടിക്കാനായിട്ട് അതിൻ്റെ പേര് ചീനവല അങ്ങനെ എന്തോ അല്ലേ പറയാം, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തോണിക്കാരിടയ്ക്ക് തോണിയിൽ പോകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കാണാം കേട്ടോ. അത്ര രസമായിരുന്നു കാണാനായിട്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് റൂമിൽ തന്നെ കോഫിക്കുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഉച്ച കഴിഞ്ഞു അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോഴേക്ക് 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് 4 മണി നമ്മൾ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി, മോനൊക്കെ ഉറങ്ങിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് നമുക്ക് അവിടെ തന്നെ കോഫിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഇതുമുണ്ട്, എന്താ കിറ്റിലും അവർ തന്നിട്ടുണ്ട്, വെള്ളം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് കോഫി മേക്ക് ചെയ്യാം. അപ്പം അങ്ങനെ കോഫി മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മൊത്തം ഷോയാണ്. പ്രത്യേകിച്ച് ഇതൊന്നും ആർക്കും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത കാര്യമല്ല എന്നറിയാമെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്നൊരു ഒരു രസം അതിന് വേണ്ടി എടുത്തതാണ് ഇതൊക്കെ.
പക്ഷെ എന്റെ മോൻ എത്ര ടേസ്റ്റ് ആയിട്ട് എത്ര ആസ്വദിച്ചാണ് ചായ കുടിക്കണേന്നൊന്നും കാണിച്ചു. ചായ അല്ല കോഫി. ഇഷ്ടായോ? നന്നായിട്ട് കുടിക്കുന്നുണ്ടല്ലോ. അയ്യോ പഞ്ചസാര ഇല്ല മധുരം ഇല്ല, എന്നിട്ട് നീ നന്നായി കുടിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യം കുടിച്ചു അല്ലേ? അയ്യോ വയ്യ, കുഞ്ഞുന് അടി കിട്ടി അടി. അങ്ങനെ നമ്മുടെ ആദിമോൻ്റെ വകയുള്ള വൻ കോമഡിക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിച്ചൊന്ന് ഫ്രഷായി എല്ലാവരും. അപ്പോൾ ആദ്യയുടെ സൈക്കിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ സൈക്കിളൊന്ന് ചവിട്ടാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പഠിച്ചു തുടങ്ങി അത്യാവശ്യം ചവിട്ടും അവൻ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സൈക്കിൾ ചവിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഇവിടെ വരുമ്പോൾ അവനൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ അവനത് ചവിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഫ്രണ്ടിലേക്ക് ഒരു ഫുട് പാത്ത് പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഏട്ടൻ അവിടെയൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം എപ്പോഴും പറയുമായിരുന്നു ആദ്യക്ക് ചൂണ്ടയിടണം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇങ്ങനെ നടന്ന് ഇവിടെ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നി. ഇത് ആക്ച്വലി അത് അടുത്തൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ അവിടുന്ന് ഒരു തെങ്ങ് പോയിരിക്കുന്ന കണ്ടോ. ഇത് ആക്ച്വലി ഞാൻ ഈ പടം വരയ്ക്കുന്നതിൽ പിന്നെ കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ്, കൂടുതൽ ആലപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ റിവറിലോട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന തെങ്ങൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരു അത് ശരിക്കും ഭയങ്കരമായിട്ട് സ്ലൈഡ് ചെയ്തൊരു തെങ്ങാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിക്ചറിലൊക്കെ വരച്ചിരിക്കുന്ന പോലത്തെ ഒരു സീനറി ഭയങ്കര രസമായിട്ട് തോന്നി. നോക്കിയേട്ടാ, അപ്പം ഇതാണ് നമ്മുടെ കോട്ടേജ് കേട്ടോ. ഇതാണ് ഫ്രണ്ട് വ്യൂ. ശരിക്കും ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഏട്ടാ ഫ്ലൈറ്റ് നോക്കി ഏട്ടാ, ആദ്യം ഫ്ലൈറ്റ് പോകുന്ന നോക്കി. അപ്പോൾ ഇവർ ചൂണ്ടയിടാനുള്ള പരിപാടി. ഫ്ലൈറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഒരു മൈൻഡ് കിട്ടും. എനിക്കൊന്ന് നൈറ്റ് ആകുമ്പോഴേക്കും ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോഴേക്കും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ കാണാനായിട്ട്. ഒരു ഭയങ്കര ഒതൻറ്റിക് ആയിട്ട് ഭയങ്കര ട്രഡീഷണൽ ലുക്കിലാണ് ഈ ഒരു റിസോർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കാണാൻ ഭയങ്കര, എനിക്ക് ഈ ഹെറിറ്റേജ് ലുക്കുള്ള ട്രഡീഷണൽ ലുക്കുള്ള ഐറ്റംസിനോട് ഒത്തിരി ക്രേസ് ഉള്ള ആളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ, അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ചൂണ്ടയിടാൻ പോവാണ്. ആദ്യം ചൂണ്ടയിടണോ? ആദ്യമോൻ്റെ ഫിഷിങ്ങിൻ്റെ കൊതിയൊക്കെ മാറിയിട്ട് കുറേ നേരം അച്ഛനും മോനും കൂടെ വെറുതെ അത് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടിക്ക് ആദ്യം ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നൊരു പരിപാടി വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് സ്വിമ്മിംഗ് പൂൾ. ട്യൂബൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഏട്ടാ കയ്യിലുള്ള നനയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഇറങ്ങരുത് കേട്ടോ, തന്നെ ഇറങ്ങരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇന്ന് വരുന്നതുകൊണ്ട് ഇന്നാണ് അവരിത് ക്ലീൻ ചെയ്തിട്ട് അവർ ഓരോ ഇത് വരുമ്പോഴും ഫാമിലീസ് വരുമ്പോഴും അവർ ക്ലീൻ ചെയ്തിട്ട് വെള്ളം റീഫില്ല് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇതുപോലെ ഞങ്ങൾ ഇത് നോക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ 2-3 ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ കോട്ടേജ് എല്ലാം ഫുള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ഫാമിലീസ് വരുന്നതുകൊണ്ട് അവരിത് ക്ലീനാക്കി റീഫില്ല് ചെയ്യായിരുന്നു വെള്ളം. അതുപോലെ ഇന്ന് ഞങ്ങൾ വന്നപ്പോഴും ക്ലീനാക്കി റീഫില്ല് ചെയ്തതാണ് വെള്ളം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നന്നായിട്ട് അവർ ആദ്യം റൂമാണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളായിരുന്നു ഈ ഒരു സ്റ്റേക്ക്. ഇത് നല്ലൊരു കോട്ടേജാണ് കേട്ടോ, ഈ ഒരു സ്വിമ്മിംഗ് പൂൾ വ്യൂ ഒക്കെ ആയിട്ട്. പക്ഷേ ഇത് ഇത്തിരി വലുതാണ്, അപ്പോൾ നമുക്ക് ഇത്രയും വലിയ കോട്ടേജിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ അതാണ് എടുത്തത്.
ഒരാൾ സ്വിമ്മിംഗ് പൂളിൽ തന്നെ കയറാതെ കിടക്കണ്ടേ. ഇവിടെ ഒരാളുടെ കളി ഇതേ ഇരിക്കുന്നു. ആദി കുറച്ച് നേരം 1 മണിക്കൂർ ഇറങ്ങിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആദിക്ക് തണുക്കുന്ന ആദി അതുകൊണ്ട് ഇതേ കയറി പൊതഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആദി? ചാരി കടന്നോ? കൊക്കമെലാൻ വെക്കാം. ഇല്ല കിടന്നോ, തലമുട്ടില്ല, കിടന്നോ. ജ്യൂസ് വേണോ? പാവപ്പെട്ടോളം മെഷീന് ജ്യൂസ് കുടിക്കുവോ? ഓക്കെ, ജ്യൂസ് പറയാം കേട്ടോ. ജ്യൂസ് വേണം. നീ കണ്ടിട്ടുണ്ടോടാ ഈ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ ഇരിക്കുന്ന ജ്യൂസ്? ഓക്കെ ഓക്കെ, അമ്മ വെച്ചിട്ട് കേട്ടോ. ആ വരാം. 3-4 മണിക്കൂർ നേരം കൂടുതൽ സ്പെൻഡ് ചെയ്ത് കയറിയപ്പോഴേക്കും ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 o'clock ഒക്കെ ആയപ്പോഴേക്കും ഇവരിത് ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയപ്പം അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നല്ല ഡ്രസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോട്ടേജിൽ പോയിട്ട് 3 ആളും ഫ്രഷ് ആയിട്ട് ഇത് ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ രാത്രിയിലത്തെ വ്യൂ കാണാനൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇത് നമ്മുടെ റൂമിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് നേരെ ഇറങ്ങുന്ന ഒരു ലോണിലേക്കാണ്. നല്ല വിശാലമായൊരു ലോണാണ്. ഈ കാണുന്നത് 3 കോട്ടേജാണ് കേട്ടോ. 3 എണ്ണമായിട്ടുള്ള കോട്ടേജാണ്. എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കോട്ടേജുകളാണ്. നല്ല സൗകര്യമുണ്ട്. ഇവിടെയാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തടിയിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷവറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഡ്രസ്സായിട്ട് തോന്നി, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല ഒരു റിസോർട്ടാണ് കേട്ടോ. നമ്മൾ വർക്കിംഗ് ഡേയിൽ പോയതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. വേറെ ഒരു ഫാമിലീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ റിസോർട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്ത പോലെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു. നമ്മളിനി നമുക്കിവിടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത്. വേറെ ഫുഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ഓർഡർ ചെയ്ത് വരുത്തി തരും. നമ്മളെന്തായാലും വിചാരിച്ച് പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന്. അതിനിടയ്ക്ക് ആദ്യം ഒന്ന് സൈക്കിളിൽ കയറാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഒന്ന് വീണു. പിന്നെ വലിയ കാര്യമായില്ല, സീനാക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി റെസ്റ്റോറൻറ്റ്സ് നോക്കി. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ 2 സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ കുറേയൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വേവ്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ കയറിയത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്ന മാളിക്കൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. പക്ഷേ അവിടെ ഭയങ്കര റേറ്റാണ്. 1 ഡേ സ്റ്റേക്ക് അത്രയും റേറ്റ് നമുക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ചെറായി ലേക്ക് റിസോർട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് എടുത്തത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കാൻ വന്നപ്പോൾ നമ്മൾ പുറത്ത്, അതായത് ഓപ്പൺ ഏരിയ ആണ് സെലക്ട് ചെയ്തത്. അപ്പം ബീച്ചിൻ്റെ തിര അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയുമായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തിര ഇങ്ങോട്ട് അടിക്കും, അതുകൊണ്ട് വേണേൽ അകത്തിരുന്നോളാം. പക്ഷേ അവിടെ ഇരിക്കാനൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നു ഈ തിര അടിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആക്ച്വലി റിസോർട്ട് നോക്കാൻ വന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ഈ സീയോട് ചേർന്ന്, അതായത് ബീച്ചിൻ്റെ സൈഡിലേക്ക് ചേർന്നിട്ടുള്ള റിസോർട്ടുകൾ നോക്കുമ്പോൾ എല്ലാത്തിനും വെള്ളം കയറിയിരിക്കുന്നു. കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ബീച്ച് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. തിര അടിക്കുന്ന ശരിക്കും നമ്മൾ പ്രേതം 2 ഷൂട്ട് ചെയ്ത ആ ഒരു റിസോർട്ടൊക്കെ പോയി നോക്കിയിരുന്നു. അവിടെയൊക്കെ ഫുൾ വെള്ളം കയറിയിരിക്കുകയായിരുന്നു. അതുപോലെ പലയിടത്തും ഈ മതിലൊക്കെ പൊട്ടി വെള്ളം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്രയും കടലിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്ക് ഒന്നാമത് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ തിരയടിക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യം നല്ല വിശാലമായതുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ പുറത്തിരിക്കാനുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ പുറത്തിരുന്നതാണ്. ക്ലിയർ സൂപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ ആദ്യം കേട്ടോ. ചിക്കൻ ക്ലിയർ സൂപ്പ് എങ്ങനെയുണ്ട് ഏട്ടാ? അതെയോ? നമ്മൾ പൂളിലൊക്കെ കളിച്ച് ഇങ്ങനെ തണുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ സൂപ്പ് വേണമെന്ന് പറഞ്ഞു. കാരണം തൊണ്ടയ്ക്കൊരു സുഖം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു.
ആദ്യം എന്ത് കഴിക്കാൻ പോണേ? എന്ത് ഭക്ഷണം? പാഴ്സൽ അമ്മ പറഞ്ഞതല്ലേ. അതിപ്പോ എന്താ കഴിക്കാൻ പോണേ? ഫ്രൈഡ് റൈസ്. വേറെ ആൾക്കാരൊക്കെ വന്നോ? മിക്സ്ഡ്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ എത്തിയിട്ടുണ്ട്. പുറത്തെ റെസ്റ്റോറൻറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഇതാണോ അതാണോ നല്ലത് എന്ന്, ഐ മീൻ ഒറിജിനൽ ടേസ്റ്റ് ചെയ്തിൻ്റെ അതൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. എനിവേ എനിക്ക് ഇത് കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടോ. ഇത്തിരിയുടെ നല്ലത് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല ഒരു ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ മോൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാനുള്ള പരിപാടിയിൽ നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത് ഏട്ടൻ അബ്രോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടെയുള്ള ടൈം കുറവാണല്ലോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ആക്ച്വലി അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ഇതിൻ്റെ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളൊരു ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ ക്വാളിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോ വീണ്ടും കണ്ടപ്പോൾ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫാമിലീനെ സംബന്ധിച്ച്. നമ്മളിപ്പോൾ നാട്ടിലുള്ളവരായിക്കോട്ടെ, ഇപ്പോൾ പുറത്തുള്ളവർ ആരോഗ്യമായിട്ട് ക്വാണ്ടിറ്റി ഓഫ് ടൈം ഒരുപാട് ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിനകത്ത് ക്വാളിറ്റി ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ട്രിപ്പോ സ്റ്റേക്കേഷൻസോ വാട്ടെവർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇത് നോക്കണം. അതിപ്പോൾ നമ്മുടെ കുട്ടികൾക്കായാലും പാർട്ട്ണർക്കായാലും അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് റിലീഫും ഒക്കെ ആയിരിക്കും മറ്റുള്ള സ്ട്രെസ്സ് കാര്യങ്ങളിൽ നിന്നൊക്കെ. പിന്നെ നമുക്കിത് പിന്നീട് ചെറിഷ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കതൊരു ഭയങ്കര ഒരു ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അത്. അപ്പോൾ അത് ഏതൊരു ഫാമിലി ആയാലും ഇങ്ങനത്തെ കുറച്ച് ടൈമൊക്കെ സ്വന്തം അവരവരുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ കുറച്ച് ക്വാളിറ്റി ടൈം, ക്വാണ്ടിറ്റി വേണ്ടാന്നല്ല, നാട്ടിലുള്ളവർക്കും ജോലിയും കാരണങ്ങളൊക്കെ കാരണം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കുറവാണ്. അപ്പോൾ അത് മാക്സിമം ഒരു ക്വാളിറ്റി ടൈം ആക്കാൻ നോക്കുക എല്ലാവരും. ഇതാ നമ്മുടെ പാല. ഇത് പാലയാണ് ഏട്ടൻ പറഞ്ഞത്, എനിക്ക് അറിഞ്ഞത്. ഇവിടെ കുറേ ഫ്ലവർ നടക്കുന്നുണ്ട്. എനിക്ക് ഈ ഫ്ലവർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ ഇതിങ്ങനെ, ശരിക്കും നമ്മൾ ഈ വരയ്ക്കുന്നതൊക്കെ പൂ പോലെ. ആദ്യം അമ്മ പറഞ്ഞ ഞാനവിടെ ഏട്ടൻ മറ്റേ ചെമ്പരത്തി പൂവാണ് കുറച്ചും കൂടെ ചേരുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇതിങ്ങനെ ആക്കുമ്പോ ഒരു ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതും പാല. പക്ഷെ ഇത് ഭയങ്കര വലിയൊരു ഇലയാണല്ലോ അല്ലേ? ഇതുണ്ടല്ലോ, അവര് നല്ലപോലെ മരങ്ങളൊക്കെ നല്ലപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാമ്പു ഉണ്ടെങ്കിൽ തന്നെ നല്ല ഓക്സിജനാന്നല്ലേ പറയുന്നത്. എന്റെ വീട്ടിലൊക്കെ ബാമ്പു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഓക്സിജൻ ഉണ്ടാവും ബാമ്പു ഉള്ളോട്ട്. ബാമ്പു ഉണ്ട്, കുറേ മരങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേരറിഞ്ഞൂടെ എല്ലാത്തിൻ്റെ. അതിന് മുന്നേ ഒരു കാര്യം പറയാം, ഞാൻ കോട്ടേജ് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം അതും കൂടി ഇടുമ്പോഴേക്കും ഒത്തിരി ലെങ്തി വീഡിയോ ആയിപ്പോൾ. കോട്ടേജ് ഒരു റൂം ടൂർ പോലെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. ഗുഡ് മോർണിംഗ്. നേരം പരപരാ വെളുത്തിരിക്കുന്നു. കഴിഞ്ഞ സമയം ബെഡൊന്നും നോക്കണ്ട, ഞങ്ങൾ അമ്മാതിരി കിടപ്പാണ് കിടന്നിരുന്നത്. ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരു ലുട്ടാപ്പി ഉണ്ട്. ലുട്ടാപ്പി XYZ മോഡലൊക്കെയാണ് കിടക്കുക. നമ്മുടെ കുഞ്ഞിക്കുടു ഇന്നലെ വന്നിട്ട് ഈ കിടപ്പ് കിടക്കുന്നതാണ്. ആശം കിടക്കുന്നുണ്ടോ? കട്ടിൽ നേരെ കിടക്കുകയില്ല, ഇവൻ ഇങ്ങനെ കിടക്കുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും കിടക്കണം. ഇല്ലടാ കുറുമ്പ. നമുക്ക് മോർണിംഗ് വ്യൂ. ശരി റാന്തൽ. ഈ റാന്തൽ ഇന്നലെ രാത്രി ഈ റാന്തലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഉറക്കം അതിനെ സമ്മതിച്ചില്ല. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ്.
അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിപ്പുഴും ഇപ്പം കുഞ്ഞിപ്പുഴല്ലേ ഇച്ചിരി വലുതായി, ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല ബെഡിൽ. നീ ഇങ്ങനെ കിടന്ന് അച്ഛയമ്മ എങ്ങനെ കിടക്കും? ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ വീഴാത്തത് ഭാഗ്യം. കക്കും കക്കും. അങ്ങനെ ആദ്യമേ ഒന്ന് എഴുന്നേപ്പിച്ച് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ലോണിലൂടെ കുറച്ച് നേരം നടന്നിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. നമ്മുടെ കോട്ടേജ് അവിടെയാണ്. ഇവിടെയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ ഡൈനിങ് ഏരിയ ആണ്, ഈ ഒരു കോട്ടേജ് പോലെ. ആക്ച്വലി ഞാനിത് കോട്ടേജാണെന്ന് വിചാരിച്ചിരുന്നു വന്നപ്പോൾ, പക്ഷേ ഇത് കോട്ടേജ് അല്ല, ഇത് അവരുടെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. അതാണ് അവരുടെ വാഷിംഗ് ഏരിയ. ഇവിടുത്തെ ഡൈനിങ് ഏരിയ നമുക്ക് അവിടെ കയറാം. ഓൾറെഡി അവിടെ രണ്ടുപേര് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇല്ല, നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് ഓപ്പൺ കിച്ചൺ സൗകര്യമുണ്ട്. നമുക്ക് കുക്ക് ചെയ്യേണ്ടവർക്ക് കുക്ക് ചെയ്യാം. ഇവിടെ ഒരു പായ്ക്കപ്പലിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. അവിടെ ഗ്ലാസ്സുകൾ, വൈൻ ഗ്ലാസ്സുകൾ, കാര്യം ഏതാ അവരുടെയൊക്കെ അതുള്ളൂ. അപ്പോൾ ഇതൊരു കോട്ടേജ് അല്ല, ഞാനത് കോട്ടേജാണെന്ന് വിചാരിച്ചിരുന്നത്. കബോർഡൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റൗ ഉണ്ട് കേട്ടോ, അവർ മൂടിയിട്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ഏരിയ ഉണ്ട് നമുക്ക്. അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ആയിരിക്കും. ഇവിടെ ഒരു ഗെയിമിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഉരുളിയിൽ വെള്ളത്തിൽ ലോട്ടസൊക്കെ വെക്കുന്നതായിരിക്കും. ഇപ്പോൾ വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 ചെയറും ഇതൊക്കെ ഭയങ്കര ഒരു രസമുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് കയറുമ്പോൾ. ഇവിടെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് ശരിക്കും ഇത് റിസോർട്ടാണ്, കോട്ടേജാണെന്ന് വിചാരിച്ചത്. ഇത് ആദ്യം ഇരിക്കുന്നില്ലേ കഴിക്കാൻ? താങ്ക് യു. സാറിന് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ച് ഈസി ആയിരുന്നു. ഏട്ടന് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാം. അപ്പോൾ എവിടെയും പോയാലും നമുക്ക് റൂം ബോയ്സിനോടൊക്കെ സംസാരിക്കാൻ എളുപ്പം. അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നോക്കേ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇതേ ഫ്രഷ് ജ്യൂസ്, വാട്ടർ മെലണാണെന്ന് തോന്നുന്നല്ലേ. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിൾ, പപ്പായ, വാട്ടർ മെലൺ. പിന്നെ നമുക്കിതേ ബട്ടർ തന്നിട്ടുണ്ട്, ജാം തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ബട്ടറോ ജാമോ കൂട്ടി കഴിക്കാം. പിന്നെ ടീ ഇതൊന്ന് ഓപ്പൺ ചെയ്തേട്ടാ. പിന്നെ നമുക്ക് അപ്പം അറിയില്ല, മുട്ടക്കറി. നമ്മളതാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ഇവർ ഓപ്ഷൻസ് തന്നിരുന്നു. നമ്മൾ അപ്പം മുട്ടക്കറിയാണ് ചൂസ് ചെയ്തത്. പിന്നെ ഇവർ ചായക്ക് വേണ്ടിയുള്ള ഷുഗർ തന്നിട്ടുണ്ട്. നല്ല നീറ്റാണ് കേട്ടോ, എല്ലാം നല്ല നീറ്റാണ്. നമുക്കതിന് ആദ്യക്ക് ചായ ഒഴിക്കട്ടെ കേട്ടോ. ആദ്യയുടെ ചായ, ആദ്യം ഇത്തിരി ചായപ്രിയനാണ്, ഒത്തിരി കൊടുക്കാറില്ലെങ്കിലും ചില ഒക്കേഷൻസിൽ നമുക്ക് വേറെ രക്ഷയില്ല. അടുത്ത ഫ്ലൈറ്റ് കിട്ടും. നമുക്ക് വീഡിയോയിൽ ഇത്ര ദൂരെയാന്ന് തോന്നിയാലും പക്ഷേ നേരിട്ടാണ് ഭയങ്കര അടുത്താട്ടോ. ആദ്യ ഫ്ലൈറ്റ് കേട്ടാ, നിതിമോൻ്റെ ഫ്ലൈറ്റാ. അവൻ്റെ അച്ഛൻ മാത്രമേ പുറത്തു പോകുള്ളൂ എന്നാണ് അവൻ്റെ വിചാരം. ഏട്ടാ അതിനകത്ത് 30 കിലോയെ പറ്റത്തുള്ളൂ, അത് പൊട്ടിപ്പോവും. ഒരു കുഞ്ഞുവാവ. ആദ്യയുടെ സൈക്കിള്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് കോട്ടേജിൽ എത്തിയപ്പോഴേക്കും നല്ല മഴയായിട്ട്. നമ്മൾ വന്നപ്പോൾ തൊട്ട് ചിന്തിക്കുകയായിരുന്നു എന്താ മഴ പെയ്യാത്ത, നല്ല മഴയുള്ള സമയമായിരുന്നു. എന്നിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെയിലും ഇല്ല മഴയില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ നിന്ന സമയത്തൊക്കെ കിട്ടിയപ്പോൾ. നമ്മൾ പോരാറായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വെക്കേറ്റ് ചെയ്യേണ്ട ടൈം ആകും. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നപ്പോഴേക്കും നല്ലൊരു മഴയും കൂടെ കാണാൻ പറ്റി കേട്ടോ. മഴയൊക്കെ കണ്ട് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി പോവുകയാണ് കേട്ടോ.
അപ്പൊ നമ്മളിത് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ. വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ അടിപൊളിയായി. ഭയങ്കര സത്യം പറയാലോ, വേറെ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് പൂള് പോലും പ്രൈവറ്റ് നമ്മള് പൂളുള്ള റിസോർട്ട് എടുത്ത പോലെ ആയിട്ടോ. കാരണം വേറെ ആരും ഇല്ലല്ലോ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഏട്ടൻ ലീവിലായതുകൊണ്ടും നമുക്ക് വർക്കിംഗ് ഡേയിൽ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർക്കിംഗ് ഡേ ചൂസ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വർക്കിംഗ് ഡേയിൽ വന്നപ്പോൾ ആരും ഇല്ലാതെ പ്രൈവറ്റ് ആയിട്ട് ഫുൾ റിസോർട്ട് എടുത്ത പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. നമുക്ക് ഇനി വേണമെങ്കിലും അവർ പറഞ്ഞു 12 മണിക്ക് വെക്കേറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ 1-2 മണിക്കൂർ കൂടുതൽ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ പോയിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങണം. അതെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നല്ല റിസോർട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഇതുപോലെ ചെറായിൽ റിസോർട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസോർട്ട് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. ഞങ്ങളുടെ ഗ്യാരണ്ടിയിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നു. അത്രയും നല്ലൊരു ഹോസ്പിറ്റാലിറ്റി, നല്ലതാണ്. സ്റ്റാഫും നല്ല റൂംസും കോട്ടേജും ഫുഡും എല്ലാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കോംപ്ലിമെൻ്ററി ആയിട്ട്. ബാക്കി നമുക്ക് ലഞ്ചോ ഡിന്നറോ ആണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ വാങ്ങിച്ചു തരും. ഇവിടുന്ന് തരത്തില്ല, വേറെ എവിടെ നിന്നും വാങ്ങിച്ചു തരും. പിന്നെ നമുക്ക് ഓർഡർ ചെയ്താണെങ്കിലും വരുന്നത്. പിന്നെ ഇവിടേക്ക് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറേ നേരം കോട്ടേജിലിരിക്കുമ്പോൾ എന്തായാലും ബോറടിക്കും. അപ്പോൾ പുറത്തൊക്കെ പോയി ചില്ല് ചെയ്തിട്ട് പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് ബീച്ചാണ്. ബീച്ചിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ടും ഭയങ്കരമായിട്ട് തിര കയറി വരുന്നതുകൊണ്ടും കൊച്ചിനെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. അപ്പം അവൻ ഉറപ്പായി ഇറങ്ങും. അപ്പോൾ നമുക്ക് തിര ഭയങ്കര ഇതിൽ വരുന്നതുകൊണ്ട് നമുക്ക് അവനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അതെ, തിരയുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റേക്കേഷൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്റ്റേക്കേഷൻ റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് വരിക, എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.